എന്തായെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അതായത് ഞാനിപ്പം വയ്യാണ്ട് കിടക്കുമായിരുന്നു. അപ്പോഴാണ് എൻ്റെ വീട്ടുകാർ തന്നെ എൻ്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വേറെ ആരുടെയല്ല, കിച്ചു എന്നല്ല യഥാർത്ഥ പേര്, രാഹുൽ ദാസ്. കിച്ചു എന്ന് അവൻ്റെ അച്ഛനും വീട്ടുകാരൊക്കെ ഇട്ട പേരാണ്. ഇപ്പോഴത്തെ പുതിയ വിഷയം, ഞാൻ 1 മാസമായി ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങിയിട്ട് ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ICUലൊക്കെ ആയിരുന്നു വന്നാൽ വയ്യാതെ കിടന്നു. 1 മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഈ ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുല് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തെന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും, കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എന്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കും പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം ഇട്ടപ്പോ കിച്ചു ആഹാ. അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 180 രൂപയാണ്. അപ്പൊ കിച്ചു പറയാട്ടാ 180. നിങ്ങൾ കണ്ടോ ചാറ്റ് കണ്ടോ? നിങ്ങൾ ചാറ്റ് കാണും. ദേ കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണേ. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയായിരുന്നേ അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയായിരുന്നു, അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ നിനക്ക്? എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ. അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയേണ്ട ഇനിയിപ്പോ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ വരരുത് ദേവിയെ, മനസ്സിലായല്ലോ? ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ നിങ്ങൾ ദേവിയത്. ഞാൻ ക്യാൻസർ രോഗിയാണ്. ഇനിയെങ്കിലും കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മേനെ വെറുതെ വരും. നീ എന്നെ നോക്കണ്ട, നീ എനിക്ക് ഗുണം ചെയ്യണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിക്കണ്ട, ദയവ് ചെയ്ത് ഒന്നും എന്നെ നീ വിളിക്കണ്ട. എനിക്ക് എന്നെ ദ്രോഹിക്കാതിരുന്നുകൂടെ നിനക്ക് ഇനിയെങ്കിലും? ഞാൻ ക്യാൻസർ വന്നിനി ഞാൻ മരിച്ചാൽ പോലും എനിക്ക് നീ ഒന്നും ചെയ്യണ്ട. എന്റെ ഋതപ്പൻ, എന്റെ കുഞ്ഞ്, ഞാൻ പ്രസവിച്ച എന്റെ ഒരേ ഒരു കുഞ്ഞ്, നിന്നെ ഞാൻ ആ ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു. ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ നിനക്ക് എന്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ പൈസ വരെ ഞാൻ നിനക്ക് തന്നു. ഒരുപാട് പൈസകൾ ഞാൻ ഉറക്കമൊളിച്ച്, ഞാൻ ആൽബങ്ങൾ ചെയ്തത്, ഞാൻ ഉറക്കമൊളിച്ച് ഗൾഫിൽ പോയി പ്രമോഷൻ ചെയ്തത് എല്ലാം ഞാൻ നിനക്ക് അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. നീ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ചാറ്റുകളെല്ലാം എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ കാണിക്കത്തില്ല കിച്ചു. നീ അല്ല ഞാൻ, നിന്റെ അമ്മ സ്വന്തം. അപ്പോൾ അതായത് രേണുസുതിൻ്റെ ഈ വീഡിയോസിൻ്റെ താഴെയായിട്ട് ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയട്ടെ, രേണുസുതി അധികം അങ്ങനെ മോശം വീഡിയോസും കാര്യങ്ങളും അഭിനയം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും എനിക്കൊട്ട് ഉൾക്കൊള്ളാൻ കഴിയൂല കേട്ടോ. എനിക്ക് പറയാമല്ലോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മാരകമായ ഒരു അസുഖമാണ്. അപ്പോൾ അതിന് മാനിച്ചെങ്കിലും ഈ ബേഡ് കമൻറ്റും കാര്യങ്ങളും ഇടാതിരിക്കായിരിക്കും നല്ലതെന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. പക്ഷേ അവളുടെ വീഡിയോസും കാര്യങ്ങളും അവരുടെ അഭിനയം കാര്യങ്ങളൊന്നും ഒട്ട് ഉൾക്കൊള്ളാൻ കഴിയൂല. അത് വേറെ കാര്യം. അത് അന്നത്തെ കേട്ടോ.
ഇപ്പോൾ അവർ ആ സാഹചര്യത്തിലല്ലല്ലോ. ഇങ്ങനെ സുഖമില്ലാതൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ എന്തൊരു വിഷമം തോന്നില്ലേ. ശത്രുക്കൾക്ക് പോലും ഈ അസുഖം വരരുതെന്നുള്ളതാണ്. പക്ഷേ എനിക്കും പറയാനുള്ളത് ഇങ്ങനെ പിന്നെ മോശം കമൻറ്റും കാര്യങ്ങളൊന്നും ഇട്ട് അവരെ തളർത്താതെ ഇരിക്കല്ലേ. അവരെങ്ങനെ വെച്ചെങ്കിൽ ജീവിച്ച് പോയിക്കോട്ടെ. പിന്നെ വേറെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കിച്ചുവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടുനോക്കിയേ. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളോടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റുകളിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു ഞാനൊരു കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റുകളിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേന്റെ വില എനിക്ക് എന്താന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു. അപ്പം അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നില്ല. എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായോ? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പോൾ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. അപ്പോൾ അതാ കിച്ചു പറഞ്ഞത് കണ്ടോ. നമ്മൾ പിന്നെ ഈ കമന്റ് ഇട്ടോലെ പിന്നെ വിഷമമൊക്കെ തീരട്ടെ, അവർക്ക് വിഷമമൊക്കെ തീരട്ടെ, എന്നിട്ട് പോയി കാണാൻ എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു ആവശ്യം അവനില്ല. പോയി കാണാൻ അവന് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. പക്ഷെ അത് പിന്നെ വീഡിയോസിൽ വന്ന് വിഷമം തീരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടില്ലാറെ നല്ലത്, ഇട്ടുകാണ്ട് പോണില്ലാറെ നല്ലത് അവന് പോവാതിരിക്കുകയായിരിക്കും അല്ലേ. അവർക്ക് അങ്ങനെ പറഞ്ഞ് അങ്ങനെ എന്തോ പിന്നെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പിന്നെ നേരെ പോയിട്ട് അങ്ങനെ തീർക്കിതാക്കി അങ്ങനെയൊക്കെ ചെയ്യാന്നല്ലാതെ. പക്ഷെ അങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് കണ്ട് അവനെ പോയി കാണുന്നതിൽ ഒരർത്ഥമില്ല. അതാണ് എനിക്ക് പറയാനില്ല കേട്ടോ. എന്തായാലും അവരുടെ ഹസ്ബൻഡിൻ്റെ മോനല്ലേ, അതേമാതിരിക്ക് തന്നെ കുറഞ്ഞൊരു സമയമെങ്കിലും കുറഞ്ഞൊരു ദിവസങ്ങളെങ്കിലും അവർ നോക്കി വളർത്തിയിട്ടില്ലേ അല്ലേ. കുറച്ച് കാര്യങ്ങളിലും പിന്നെ അതൊക്കെ മാനിച്ചെങ്കിലും അവൻ ഈ ഒരു ഡയലോഗ് അടിക്കാതെ പോയി കാണിയിരുന്നു നല്ലത്, ഋതപ്പനെ കരുതിയിട്ടെങ്കിലും അല്ലേ. അപ്പോൾ എനിക്ക് പാവം തോന്നും കേട്ടോ രേണുവിനെ. ഇപ്പോൾ ഈ അസുഖം വന്നപ്പോഴാണ്. അതിന് മുന്നേ എനിക്ക് ഈ വിധവയൊക്കെ കഴിയാണ്ട് അങ്ങനെ മക്കളെയൊക്കെ വെച്ച് ജീവിക്കുമ്പോൾ അതൊരു വേറെ ഒരു വിഷമം തന്നെയാണ് കേട്ടോ. അത് അനുഭവിച്ചവർക്ക് അതിന് മനസ്സിലാവുള്ളൂ. പിന്നെ അതന്നെ ഒരു വിഷമം തന്നെയാണ്. പക്ഷെ അവളെ കാട്ടിക്കൂട്ടും കാര്യങ്ങളും അഭിനയം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യണേ, മോനില്ലേ, വലിയ മോനില്ലേ, അങ്ങനെയൊക്കെ തോന്നിപ്പോട്ടോ. അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്തായാലും അവളോട് ദേഷ്യം വരും. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അവൾ ഇങ്ങനത്തെ ഒക്കെ ക്യാൻസറും അസുഖവും കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുമ്പോണ്ടല്ലോ അങ്ങനത്തെ ഓരോ പിന്നെ വീട് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം തന്നെയായിരിക്കും കേട്ടോ. പിന്നെ എനിക്കതും പറയാമായിരുന്നല്ലോ രാഹുല്. കിച്ചു ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലേലും കുഴപ്പമില്ല, എന്നെ ഇനി ഉപദ്രവിക്കാതെ വിടുക. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരുന്നില്ല, എന്നെ ഉപദ്രവിക്കാതെ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ നിന്റെ കാല് പിടിച്ച് ഈ അമ്മ പറയാം. എന്റെ നെഞ്ചത്ത് അടിക്കാൻ പറ്റത്തില്ല, കിക്ക് ലൈൻ കിടക്കുന്നതുകൊണ്ട് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക,
എന്നെ ഇനി നാക്കിട്ട് എന്നെ ഇനി കുത്തി ഇനി എന്നെ സംസാരിപ്പിക്കരുത്. എനിക്ക് വയ്യ ഇനി എന്റെ പേരെടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലേലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഇതിനകത്തുനിന്ന് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ എന്റെ ഋതപ്പന് വേണ്ടിയിട്ട്. നിനക്ക് ആ കുഞ്ഞിനോട് തൊള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയും വരുമാനം നിനക്ക് കിട്ടുന്നുണ്ടല്ലോ, നീ 1 രൂപയ്ക്ക് ഒരു മുട്ടായി നീ അവന് മേടിച്ചു കൊടുക്കോ? നിന്റെ അനിയനല്ലേ, എനിക്കൊന്നും വേണ്ട കിച്ചു നിന്റെ. ഞാൻ നിനക്ക് തന്നിട്ടേ ഉള്ളു പൈസ, അതിന് കണക്ക് പറഞ്ഞല്ല. അമ്മയ്ക്ക് പറയാണ്ട് ഒരുപാട് കാര്യങ്ങൾ, തെളിവ് സഹിതം കാര്യങ്ങളാണ്. ഇപ്പൊ മോൻ സ്നേഹം കാര്യങ്ങളും ഒക്കെ ആയിട്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോഷണം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് പല ആളുകൾ. മോന്റെ വോയിസ് അപ്പോൾ അതായി വീഡിയോസ് ആണ് കേട്ടോ, കിച്ചുവിനെതിരെ പറഞ്ഞ വീഡിയോസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. വേറെന്താ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ചാൽ, അവരിത് പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ വന്നത് കാണിച്ചത് അവരെ വീട്ടുകാർ തന്നെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, വീഡിയോസും അതേമാതിരി ഫോണൊന്നും കൂടുതൽ യൂസ് ചെയ്യും കാര്യങ്ങളും വീഡിയോസും ചെയ്യേണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ സാഹചര്യത്തിലൂടെ അവരുടെ വീട്ടുകാർ ഇങ്ങനത്തെ ഒരു അവസ്ഥ കാണിക്കാതിരിക്കാമായിരുന്നു അല്ലേ, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. വീഡിയോ കാണിച്ചിട്ട് അവർക്ക് ഏറെ വിഷമം കാര്യങ്ങളും ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവരെ വീട്ടുകാർ തന്നെയാണ് ഈ വീഡിയോ പിന്നെ രേണുസുദിനെ കാണിച്ചതെന്നല്ല അപ്പോൾ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും ആ വീട്ടുകാർക്ക് അവളെ കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ടായില്ല. അത് അവരുടെ തെറ്റ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വിഷമിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടെങ്കിൽ അവരൊട്ടും അത് കാണിക്കും കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു. അവൾ സ്വയം കണ്ടിട്ട് അങ്ങനെ അതിന് പ്രതികരിച്ച് ഒക്കെ ചെയ്യാനെങ്കിൽ അതിലൊരിതുണ്ട്. പക്ഷെ അവൾ തന്നെ പറയുന്നുണ്ട്, എൻ്റെ വീട്ടുകാരാണ് എന്നത് കാണിച്ചതെന്നൊക്കെ അവൾ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഏറെ വിഷമം തോന്നിയിട്ടുണ്ടാവും. എന്തായാലും മകനല്ലേ, മകന് പിന്നെ കുറച്ച് കാലമെങ്കിലും അവർ നോക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോഴല്ലേ ഇപ്പോൾ അവന് യൂട്യൂബും കാര്യങ്ങളും ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. എനിക്ക് കിച്ചുവിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സുചേട്ടന് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ കോമഡിയും കാര്യങ്ങളൊക്കെ. എനിക്ക് അതേ പൊതുവെ കോമഡിനോട് ഭയങ്കര താല്പര്യമുള്ള ആളാണ് കേട്ടോ. പിന്നെ അതേമാതിരിക്ക് തന്നെ അവന് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പക്ഷെ അവൻ്റെ ഈ ഡയലോഗ് ഉണ്ടല്ലോ, ഒട്ടും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കേട്ടോ. കാണുന്നു ഈ പറഞ്ഞ എന്നെ വിഷമം മാറട്ടെ എന്നിട്ട് പോയി കാണുന്നു എന്നൊക്കെ പറഞ്ഞത് അവന് എന്തെങ്കിലും മനസ്സിൽ വീഡിയോസിൽ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടാവും, അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും ചെയ്തതൊന്നും അവന് കിച്ചുവിനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്തായാലും. പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിട്ട് കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയും പ്രശ്നമായതില്ലേ. അവരുടെ കുടുംബക്കാരെ അവർ സംസാരിച്ച് തീർക്കുക എന്നല്ലാതെ പബ്ലിക്കായിട്ട് ഇടുമ്പോഴാണ് എല്ലാവരും റിയാക്ട് ചെയ്യുന്നത്. പിന്നെന്താ പറയുകയെന്ന് വെച്ചാൽ രേണുവിന് പിന്നെ ഇങ്ങനെ ബേഡ് കമൻറ്റ് തന്നെയാണ് കേട്ടോ. ഈ പിന്നെ കിച്ചുവിൻ്റെ വീഡിയോസ് വന്ന അവിടുന്ന് ഒറ്റൊരു നല്ല കമൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ വീഡിയോസിൻ്റെ താഴെ. അപ്പോൾ എന്തായാലും അസുഖം മാനിച്ചെങ്കിലും കൂടുതൽ ബേഡ് കമൻറ്റും കാര്യങ്ങളും ഇടാതിരിക്കല്ലേ, അതേ പറയാനുള്ളൂ. എനിക്ക് പാവം തോന്നും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ എനിക്ക് പറയലെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ രേണുസുദിനെ പറ്റിയിട്ട് നല്ല മോശം വാക്കുകളും മോശമായിട്ട് നമ്മൾ സംസാരിക്കും, അവർക്ക് നേരെതിരെ നല്ല ഇതിലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല കമൻറ്റും കാര്യങ്ങളും പിന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുട്ടോ. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കൊട്ട് ഉൾക്കൊള്ളാൻ അങ്ങനെ പറയാൻ കഴിയൂല കേട്ടോ. എനിക്ക് ഭയങ്കര കാണുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ്. എനിക്ക് എല്ലാവർക്കും ഒരേ മരിക്കാവില്ലല്ലോ. അവളെ അഭിനയാന്നുള്ളത് ഒന്നും പിന്നെ എന്താ ഏതായിക്കോട്ടെ, പക്ഷെ അവളെ കൈമലത്തെ കാര്യങ്ങളും അതേമാതിരിക്ക് തന്നെ മോൻ്റെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ഒരേ മരിക്കാവില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇനി പിന്നെ ഉപദ്രവിക്കാതെ നിൽക്കല്ലേ. അസുഖം സഹായവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നല്ല പിന്നെ അവരെ ബേഡ് കമൻറ്റ് ഇട്ട് തളർത്താതെ ഇരിക്കല്ലേ എന്ന് പറയാനുള്ളൂ.